എന്ത് പറ്റി അണ്ണ ഒറ്റയ്ക്ക് ഇരിക്കുന്നു? നമ്മളോട് പറയണ്ട. എന്ത് പറ്റിണ്ട്? അവർക്കൊക്കെ എന്തൊക്കെയോ സംസാരിക്കാനുണ്ടാ. അതെല്ലാം ഞാൻ പറഞ്ഞത്. എനിക്കങ്ങനെ ഒന്നും പറയാനില്ല. എനിക്ക് പറയാനുണ്ട്. സിറ്റിയിൽ ഇപ്പം നടക്കാൻ പറ്റുന്നതാണ്. മന്ദാരം വരെ 2 ഗേൾഫ്രണ്ട് ഒക്കെ ആയി. സത്യം. ഈ പെണ്ണ് വിഷയം നമ്മളെന്തിനാ ചർച്ച ചെയ്യുന്നത്? സത്യം നമ്മള് സിഗ്മയില് തന്നെ നമ്മൾക്ക് നിൽക്കുന്നിടത്തോളം കാലം ആ ഓറ ഉണ്ടല്ലോ. നമ്മള് സിഗ്മയിൽ നിൽക്കുന്നിടത്തോളം കാലം നമ്മുടെ ആ തലയുടെ ചുറ്റുമുള്ള ഓറ ഇങ്ങനെ കൂടിക്കൊണ്ട് വരും. മനസ്സിലായോ? അത്രേ ഉള്ളൂ. 3-4 പെമ്പിള്ളേരെ കല്യാണം കഴിച്ചിട്ട് ഡിവോഴ്സ് ആക്കിയവനാന്ന് പറയുന്നത്. അഭിപ്രായം ചോദിച്ചാ താഴെ കുത്തിരി കുത്തിരി അമ്മുക്കുട്ടിയെ കിട്ടാത്തൊരു വിഷമം എന്റെ നെഞ്ചത്ത് തീർക്കല്ലേ. ഞാൻ പ്രേമിച്ച ഒറ്റ പെണ്ണേല്ലോ അമ്മുക്കുട്ടി. അല്ലാണ്ട് കുട്ടനെയും പോലെ കണ്ടത് വീട് വെച്ച് പ്രേമിച്ചിട്ടൊന്നുമില്ല. ഞാൻ ഒന്നുമില്ലെങ്കിൽ നിങ്ങളുടെ അമ്മുക്കുട്ടി ഇഷ്ടമെന്ന് പറഞ്ഞിട്ടില്ലല്ലോ. എന്നോട് പറഞ്ഞിട്ടുണ്ട്. ഞങ്ങൾ 1 വർഷം റിലേഷൻഷിപ്പിലുമായിരുന്നു. മനസ്സിലായേ? അതെല്ലാം ഓള് ജീവിതത്തിൽ പോലും ഓർക്കാൻ ഇഷ്ടപ്പെടാത്ത നിമിഷങ്ങൾ അതെല്ലാം നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടോ? അത് എന്നോട് പറഞ്ഞിട്ടുണ്ടോ? എന്ത് പറഞ്ഞിട്ടുണ്ട്? നിന്നെ കണ്ടതോളെ ജീവിതത്തിൽ നാശപ്പിച്ച സമയത്താണ്. ആണല്ലേ? എന്നോട് നിങ്ങളെ പറ്റി പറഞ്ഞേക്കാൻ എന്താണെന്ന് അറിയാമോ? എന്നോട് പറഞ്ഞ ഒരു കുടുംബജീവിതമായിട്ട് മോനും മക്കളും ഭർത്താവുമായിട്ട് ജീവിക്കുന്നതിനിടയ്ക്ക് ഒരു എച്ചി എപ്പോഴും നക്കി വന്ന് ഇങ്ങനെ പുറകെ നടക്കുമായിരുന്നു. എന്താണ് എന്റെ അടുത്ത് നിങ്ങളെ പറ്റി പറഞ്ഞത്? അതെന്തായാലും ഞാൻ ചെയ്തിട്ടില്ല. വൺസ് എന്റെ കൈവിട്ട് പോയി കാറിലോ കൊണ്ടുപോയതിനു ശേഷം ഞാൻ പുറകെ പോയിട്ടില്ല. ഇതുവരെ ഓൾ അങ്ങനെ പറഞ്ഞില്ല. ഓൾ എന്നോടൊന്ന് പറഞ്ഞു ജന്മുണ്ടെങ്കിൽ അത് നിങ്ങളുടെ കൂടെ ജീവിക്കാനായിട്ട് അമ്മുക്കുട്ടി എന്റെ നെഞ്ചത്ത് കൈവച്ച് പറഞ്ഞതാണ്. ഞാൻ ജയിലിൽ നിന്ന് തിരിച്ചു വന്നപ്പം ഈ ജന്മം പോയി, അടുത്ത ജന്മം വാസുവിന്റെ കൂടെ തന്നെ ആയിരിക്കും എന്റെ ജീവിതം. അണ്ണൻ ആർക്കും ഓള് പറഞ്ഞിട്ടുണ്ടാവുക. പറയുന്നില്ല എന്നാ പറഞ്ഞത്. പിള്ളേരില്ലോണ്ട് ഞാൻ പറയുന്നില്ല. ആശാനെ ഞാനൊരു കാര്യം പറയട്ടെ. എങ്ങനെങ്കിലും ഒഴിവാക്കാൻ വേണ്ടിയിട്ട് കാർലോയുടെ കൂടെ സമാധാനത്തോടെ ജീവിക്കുന്ന സമയത്ത് എങ്ങനെയും ഒഴിവാക്കാൻ വേണ്ടി നിങ്ങളുടെ അടുത്ത് ചിലപ്പോ പറഞ്ഞു പറ്റിച്ചതായിരിക്കാം. മനസ്സിലായ? ഓൾ അങ്ങനെ ഒരിക്കലും പറഞ്ഞു പറ്റിക്കുന്ന ഒരുത്തല്ല ഓള്. ഓളുണ്ടല്ല ഓളെന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഈ സിറ്റിയിൽ ഞാൻ കണ്ടതിൽ വെച്ചിട്ട് ഏറ്റവും നല്ലൊരുത്തിയായിരുന്നു ഓള്. ഓളിപ്പോ പഠിക്കാൻ പോയിട്ടല്ലേ ഓള് തിരിച്ചു വരും. തിരിച്ചു വരുമ്പോ ഇവിടെ കാർലോയും മോനും ഒക്കെ ഉണ്ട്. സന്തോഷിക്കണ എന്തിനാ? വേറെ ഓള് മക്കളെല്ലാം ഉണ്ട് ഓന്. കാർലോയ്ക്കാ? അത് ശരിയാട്ടാ. കിട്ടണ്ടേ? എന്റെ പേര് അപ്പുക്കുട്ടനല്ല കിട്ടാണ്ടിക്കാൻ. ജോണിയപ്പ കാർലോയ്ക്ക് ഇപ്പൊ വേറെ പെണ്ണും കൊച്ചൊക്കെ ആയല്ലേ? റിലേഷൻ ഉണ്ട്. അപ്പൊ അമ്മക്കുട്ടി തിരിച്ചു വരുവാണെങ്കിൽ സിംഗിൾ ആയിട്ടുള്ളത് ഞാനാണ്. അപ്പൊ ഏത് താര? നിങ്ങൾ കഴിഞ്ഞിട്ട് 5 വർഷമല്ലേ വന്നത്? നാട്ടിലൊരു പെണ്ണ്. എടാ നീ അങ്ങനെ ഓണ ബാക്കിൽ ഇനി പോയിട്ടുണ്ടെങ്കിൽ ഈ നാട്ടിലുള്ള സകല പെമ്പിളറെ ഞാൻ ഇറക്കും. നീ ബാക്കിൽ നടന്നിട്ട് പിന്നെ ഞാൻ മറ്റേ വാക്ക് പറയുന്നില്ല ചെയ്ത പെമ്പിളറെല്ലാം എനിക്കറിയാ. ഒരു ഗ്യാങ്ങിന്റെ ലീഡറാണ് സംസാരിക്കുന്നത്. ആലോചിക്കണേ ധർമ്മദാശൻ. അതന്നെ ഞാൻ ഒലിപ്പിച്ചാണെങ്കിൽ അത് എലിയുടെ പുറകിൽ മാത്രമാണ്. അത് ഞാൻ റിഗ്രറ്റ് ചെയ്യുന്നുണ്ട്. ഞങ്ങൾ ബ്രേക്കപ്പ് പോയി. മനസ്സിലായോ? സിറ്റിയിൽ ഒരു പെണ്ണിന്റെ മുഖത്ത് നോക്കാത്ത ഇറക്കാനാണ് നമ്മുടെ ഇറക്കാൻ. ഏറ്റവും ലാസ്റ്റ് വന്ന് TKRP ആ സെർവർ കൂട്ടി അവനെ തള്ളക്കി വിളിച്ച് തിരിച്ച് ഇവിടെ വന്ന് പുതിയ സെർവർ പഴയ കഥ പറയണം. എന്റെ മൈൻഡ് ഒന്നും മാറ്റാൻ നിൽക്കണ്ട. അന്വേഷിച്ചായിരുന്നു പറ്റിയിട്ട്. പക്ഷെ ഇവനെ പറ്റിയിട്ട് പറയുന്നത് പലതും കള്ളമാണെന്ന് ഞാൻ അറിഞ്ഞു. അത് ശരി. ഇപ്പൊ അങ്ങനെയായി. നിന്നെ പറ്റി പറഞ്ഞതോ ഇപ്പൊ ഒരു പെണ്ണിനെ പിടിച്ചിരുന്നു പറഞ്ഞതോ? നിങ്ങൾക്ക് എല്ലാവരും സൗണ്ട് വിട്ടുവിട്ടല്ലേ കേൾക്കുന്നേ? സൗണ്ടിനൊരു ഇതില്ലേ? എന്നാ നീ ശ്രദ്ധിച്ചോന്ന്. എനിക്ക് ഇനിയും വരുന്നുണ്ട്. തയ്ച്ചു വെച്ചിട്ടുണ്ട് ഒരാളുടെ 2 കൈയും കുത്തിക്കാത്ത ബാക്കിൽ ഇരിക്കുന്ന ഒരാളുടെ തയ്ച്ചു വെച്ചിട്ടുണ്ട്. നിങ്ങൾ ചുമ്മാ സമാധാനത്തോടൊക്കെ പോകുന്ന കണ്ടിട്ട് പിടിക്കുന്നില്ലല്ലേ? ആ കണക്കാ. ഞാൻ ഈ സമാധാനമുള്ള ഒരാളാരെന്ന് അറിയാവാ? അത് ഞാനാ.
സത്യം പക്ഷേ ഇന്നൊരു സമാധാനം അറപ്പി കുറച്ചു നേരം നമുക്ക് ചുമ്മാ ഇവിടെ നിന്ന് ചെന്തയിലൊക്കെ സംസാരിച്ചിട്ട് പോകാൻ കേട്ടോ. പ്ലാൻ സമാധാനം ഞാൻ ഇന്നത് പറഞ്ഞിട്ട് പോകാന്ന് കുറച്ചു നേരം നമുക്ക് ചുമ്മാ സംസാരിച്ചിട്ട് പോകാം. ഇവരുടെ കൂടെ 80s സെക്ഷനിൽ നമുക്കൊന്ന് ജോയിൻ ചെയ്ത് നോക്കാം എന്താണെന്ന് നോക്കാം. ഇതെല്ലാം പുതിയ പാഷനാണ്. ഇതെല്ലാം അറിയണമെങ്കിലില്ല ഈ പ്രായത്തിൽ ഉണ്ടാവണം നിങ്ങൾക്ക് ഇതെല്ലാം. ഇതൊന്നും ഇല്ലാണ്ട് ഇതാ ഈ മറ്റേ ഈ പൂക്കള് ചർച്ച നമ്മളെ പ്രായത്തിലൊന്നും എത്താൻ വേണ്ടി നോക്കിയാലും എത്തില്ല ഇങ്ങണ്ട് കള്ളക്കളവാ. ആശാന ഞാനൊരു കാര്യം പറയുകയാണെങ്കിൽ പറ മോനെ. ഇട്ടിട്ടുണ്ടോ? പിന്നില്ലാണ്ട് എന്തോ ആശം പെണ്ണ് കെട്ടിട്ടുണ്ടോ കേട്ടില്ല. എന്നിട്ടാണ് എന്റെ കമ്മലിന്റെ കാര്യം ചോദിച്ചത് മുമ്പേ. ഇന്റെ വലിയ പാളക്കമ്മലല്ല എനിക്ക് മുന്റെ മുഖത്തിനായി ചേരുന്നില്ല. എന്റെ മുഖത്തിന് നല്ലോണം ചേരുന്നു. നല്ലപോലെ ചെയ്യുന്നുണ്ട്. ആനയുടെ ചന്തയിൽ ഒരു ബക്കിൽ ഇട്ട പോലെ ഉണ്ട്. എന്റെ റിങ് പോലത്തെ ആണ് കേട്ടോ എന്റെ. ഇത് മറ്റേ വെള്ളത്തിൽ വീടഞ്ഞാൽ ഓനെ മറ്റേ 2x2 ഉപയോഗിക്കാം. അടുത്ത കൗണ്ടർ വരട്ടെ. അതെ ഇതാണ് അമ്പാൻ. ചിരി ഇപ്പോഴും ഉണ്ട്. ഇയാളെ എന്തിനാ എപ്പോഴും പൊക്കി പിടിച്ചു നടക്കുന്നത്? ഇതെന്റെ വക്കീലാണ്. ഇതെന്റെ വക്കീലാണ്. അത് ഏതോ ഒരാളിങ്ങനെ ചിരിച്ചോണ്ടിരിക്കുന്നേ. തിരുവനന്തപുരത്തെ ചിരിക്കാന്ന് ഈ വക്കീലിന്റെ ഉപകാരം എന്താണ് എന്ന് ചോദിച്ചു. ഗോഡ് ഫാദറിന്റെ കോമഡി നമ്മൾ പുതിയ പടം എടുക്കുന്നുണ്ട്. അതിന്റെ ലീഗല് കാര്യങ്ങൾ പുള്ളിയാ ചെയ്യുന്നേ. ആണല്ലേ? എന്ത് പടം? പിന്നെ നമ്മള് മറ്റേ ഇവിടെ ഒരു എന്ത് പടമാണ് അന്ന് എന്റെ അടുത്ത് മുതുക്കി വെച്ച് പറഞ്ഞു എന്തോ ഷെഡിയിൽ പൊട്ടിത്തെറിച്ച് എന്തോ അങ്ങനത്തെ അറിയാതെ വന്നു പോയതാ. മറ്റേ ഇതാണ് കാട്ടുപൂച്ചന്റെ കഥ. കാട്ടുപൂച്ചയുടെ കഥയാ. ഓ ഇയാൾക്ക് ഇരുന്നില്ലെങ്കിൽ ഞാൻ പറയണത് ജോക്കി ഈ പുള്ളിയുടെ അടുത്താണ്. ഇങ്ങനെ ഇരിക്കാതെ എങ്ങനെയാണ് നമ്മൾ കാര്യം പറഞ്ഞേ. വക്കീല് ഇരിക്കത്തില്ലേ സൂട്ട് ഇട്ട് കഴിഞ്ഞാ? ഹലോ വാസണ എവിടെ? ഞാൻ ഗ്യാങ് ഹൗസിലുണ്ട്. വാസണ ഞാൻ കുറച്ച് ലീഡ്സ് ഒക്കെ തന്നായിരുന്നു. വാസണ എനിക്ക് റിവാർഡൊന്നും തന്നില്ല. നീ ഒരു 20 കോടി കൊണ്ടുപോയതല്ലടാ നീ. വാസണ ഞാൻ അതിനുള്ള ഇത് തന്നല്ലോ, ലീഡ് തന്നല്ലോ. ലീഡ് തന്നു, പക്ഷെ ഈ ലീഡ് നമ്മൾ ഇതുവരെ പ്രസന്റ് ചെയ്തിട്ടില്ല. ഇത് പ്രസന്റ് ചെയ്തതിന് ശേഷം അല്ല എനിക്ക് ഇന്നലെ വിളിച്ചിട്ടുണ്ടായിരുന്നു. ബ്രോ ഗണ്ണ് നിങ്ങൾ വേണ്ടി പറഞ്ഞായിരുന്നല്ലേ, എത്ര വേണം എന്ന് ഞാൻ അത് എടുത്തു വെക്കാന്നൊക്കെ പറഞ്ഞിട്ട് അവൻ എന്നോട് ചോദിച്ചായിരുന്നു. പിന്നെ വാസണ 2 ദിവസം സിറ്റിയില്ലല്ലോ. ഞാനൊരു കാര്യം പറയട്ടെ, നീ ഒരു ഗണ്ണിന് എത്ര രൂപ അവൻ ചോദിക്കുന്നേ? അവനൊരു ഗണ്ണിന് 12 ഞാൻ പറഞ്ഞത് വെയിറ്റ്. എനിക്ക് പ്ലാൻ അങ്ങനെയല്ല വാസണ. ശരിക്കും പറഞ്ഞാൽ ഞാൻ എന്റെ കയ്യിൽ എന്റെ അടുത്ത് ഒരു 100% ഡ്യൂറബിലിറ്റി ഉള്ള ഗണ്ണ് കൊണ്ടുപോകും. എന്നിട്ട് അവൻ ഗണ്ണ് തരുമ്പോഴത്തേക്ക് വാസണ എന്റെ അടുത്ത് ഒരു ട്രിക്ക് ചെയ്തില്ലേ, അതുപോലെ ഞാൻ ചെയ്യാനുള്ള ഒരു പരിപാടിയിലായിരുന്നു. അവന്റെ ഗണ്ണ് മാറ്റി എന്റെ ഇതിലിട്ടിട്ട് ഇൻവെന്ററിൽ ഇട്ടിട്ട് എന്റെ ഗണ്ണ് അവന്റെ അടുത്ത് കൊടുക്കാൻ വേണ്ടിട്ട് സീരിയൽ നമ്പർ. അതെ 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 അതെ. അങ്ങനെ വേണോ അതോ ഞാൻ വേറെ എങ്ങനെ സെറ്റ് ആക്കണം? അങ്ങനെയല്ലേ പറ്റുള്ളൂ. ഞാൻ ഒരു കാര്യം പറയട്ടെ, നീ ഒരു ബോഡി ക്യാമും കൂടെ വെക്കാവോ നിന്റെ ദേഹത്ത്? ബോഡി ക്യാം എങ്ങനെ വെക്കാൻ പറ്റും? ബോഡി ക്യാം എന്താന്ന് നിനക്ക് മനസ്സിലായില്ല ഇതുവരെ? ഇല്ല. ബോഡി ക്യാം വെക്കുക, ഒരു ബോഡി ക്യാം മേടിച്ചു വെച്ചിട്ട് ഇത് നീ അവന്റെ ഇത് മേടിക്കുന്ന ബോഡി ക്യാമിൽ റെക്കോർഡ് ചെയ്യണം. മനസ്സിലായ? റെക്കോർഡ് ചെയ്തിട്ട് നീ അത് എങ്ങനെങ്കിലും അത് എനിക്ക് കൊണ്ടുതാ. അത് കൊണ്ടു തന്നാ നീ വിചാരിക്കാത്ത ഒരു റിവാർഡ്. എനിക്ക് ഒരു മിനിറ്റ് ബാലൻസ് ആയിക്കോട്ടെടാ, ഒരു സെക്കൻഡ്. 10, 100,000, 10,000 lakh, 10 lakh crore, 10 crore, 100 crore, 1,000 crore, 10,000 crore. വാസണ തൽക്കാലത്തേക്ക് ഒരു ഞാൻ അന്ന് തന്ന ലീഡിന് എങ്കിലും ഇത് എന്തായാലും ഞാൻ സെറ്റ് ആക്കി തരാം. ഇത് നീ കൊണ്ടു തന്ന എല്ലാം കൂടെ ചേർത്ത് കിടില് ഒരു സാധനം തരും. ഒരു 10 ജസ്റ്റ് ഒരു 10. ശരി, എന്നാ ഞാൻ ഇപ്പൊ തുടങ്ങാം പ്രോസസ്. ഓക്കെ ലാസ്റ്റ് ഈ POV ഉറപ്പ് തരും. ഒരാളായിട്ട് പിടിച്ചു തരാം. ആദ്യം ഈ സാധനം പറഞ്ഞുതരാം. ഞാൻ അണ്ണൻ ലീഡ് തന്ന ആളുടെ എടുത്തുതരാം. അതായത് പോടിക്കാൻ വേണ്ടി ഇട്ട് തരാം. അടുത്തത് അടുത്ത് സെറ്റ് ആക്കി തരാം. ഇവൻ എന്നെ യൂസ് ചെയ്യുവാന്നൊരു സംശയമുണ്ട് കേട്ടോ എനിക്ക്. എന്തായിരുന്നു വാലറ്റ് സെന്റ്
Select to contact. Cyber. Unit 10, 100,000, 10,000 lakh, 10 lakh crore, 10 crore. Next. Done. നന്ദിയുണ്ട്. കിട്ടി. Cyber, you have a message. കിട്ടിയാണോ? കിട്ടി. Okay. നന്ദിയുണ്ടേ. It's ഓക്കെ. ഞാൻ എന്നാ പൊടിക്കാൻ വെച്ചിട്ട് സെറ്റാക്കി തരാം. okay. Sure. ഓക്കെ പക്ക. ഓക്കെ. പറഞ്ഞ് പറ്റിക്കണം. I am sure. Thank you. I am waiting you in 8229. You can come and see a crown symbol. I am sure it will be a visual treat. Okay. Coming. നമുക്ക് അവിടോട്ട് പോവാം.